ഹായ്, ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? പിന്നെ ഞാനും അക്ഷയ് അതുപോലെ റഫീസ് പിന്നെ എന്നിട്ട് ചങ്ങായിമാരെല്ലാം കൂടിയിട്ട് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നു വീട്ടിൽ. അപ്പോൾ ഓല് പറഞ്ഞാൽ എറണാകുളത്ത് പോകുന്നുണ്ട്. അപ്പൊ ഇത്രയും വിചാരിച്ചില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഓലിനോട് പറഞ്ഞടാ അജയ് എറണാകുളത്ത് പോവാ, എറണാകുളത്ത് അടിപൊളിയാണ്, സൂപ്പറാണ്, ഒരുപാട് ആർട്ടിസ്റ്റുകളെ വീട് കാണാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് അതെന്തൊക്കെ ആലോചിച്ചു, അവിടെ ഒരുപാട് സിനിമ ആർട്ടിസ്റ്റുകൾ താമസിക്കുന്ന വീടൊക്കെ അവിടെയാണ്. അങ്ങനെ ഞാൻ കൊച്ചിയിലെത്തിയപ്പോ രാവിലെ പെരും മഴയാണ്. അങ്ങനെ കൊച്ചിയിലെത്തി ഇങ്ങനെ ഇരിക്കുകയാണ്, മഴയത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. വീഡിയോ എടുക്കാം, അതിന് ടൈം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ കൂട്ടുകാരനെ ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ വീഡിയോയിലൊക്കെ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്തു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചങ്കുകളുണ്ട്, ഈ ചങ്കത്തികളുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് കയറി സബ് അടിക്കട്ടോ. പിന്നെ ഞങ്ങളെ കൂടെ പഠിച്ച ചങ്ങന്മാർക്കും പിന്നെ ഞങ്ങളെ തള്ളാവുകളിൽ ഫ്രീ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാം, ഒന്ന് ഷെയർ അടിക്കാം, മറക്കല്ലോ. ഏ അപ്പൊ ആ വീഡിയോയിലേക്ക് ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ കാക്കനാട് എത്തിയപ്പോ പെരും മഴയായിരുന്നു. നമ്മൾ അക്ഷയിന്റെ കോട്ടൊക്കെ വാങ്ങി ബൈക്കൊക്കെ എടുത്ത്, അതേപോലെ നമ്മളെ റഫീസ് ചങ്ക് ഓന്റെ ബൈക്ക് എറണാകുളത്താണ്. അപ്പൊ കാക്കനാടാണ് സംഭവം സ്ഥിതി ചെയ്യുന്നത്. ആ ഏത് നാടന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അയാളുടെ വീട് കണ്ടാൽ മനസ്സിലാവും. ഏ കാരണം ഒത്തിരി സിനിമകളില്, അതായത് എടുത്ത് പറയാന്ന് വെച്ചാൽ ഒത്തിരി ഒത്തിരി സിനിമകളില് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ദുൽഖറിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എടുത്ത് പറയണ്ട. ദുൽഖർ സൽമാന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഒത്തിരി ഒത്തിരി സിനിമയിൽ അഭിനയിച്ച മലയാളം നടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പൊ ഞാനിങ്ങനെ ബ്ലോക്കിലൊക്കെ പെട്ട് മഴയൊക്കെ നനഞ്ഞ് ആകെ ലോക്കായിരിക്കാം. അല്ല, അക്ഷയ് പറഞ്ഞൂടെ മഴയല്ലേ പോവണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞടാ, ഇത് എന്റെ കാര്യമാണ്, എന്റെ ചാനലിൽ ഇടണമെന്ന് എനിക്ക് മോഹമായിരുന്നു, ഈ ആക്ടറിനെ കാണണമെന്ന് ചിന്തിച്ച ആളാണ്. കാരണം ആഹ്, ഇദ്ദേഹത്തിന്റെ ഒരു മകനുണ്ടായിരുന്നു, എന്തോ അസുഖം വന്ന് ആഹ്, മരണപ്പെടുകയുണ്ടായി. പേരൊന്നും എനിക്ക് അധികം ഓർമ്മയില്ല. അദ്ദേഹത്തിന്റെ മൂത്ത മോൻ ആ സിനിമയിൽ ഉണ്ട്, ബെസ്റ്റി എന്ന് പറയുന്ന സിനിമയിലുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് സിനിമയിലുണ്ട്, മമ്മൂക്കയുടെ സിനിമയിലൊക്കെ ഉണ്ട്, അത്യാവശ്യത്തിനുണ്ട്. അതുപോലെ ആ, അച്ഛനും മോനും നല്ലപോലെ അഭിനയിക്കുന്നുണ്ട്. അയാളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് ആ വീട് കാണുമ്പോൾ തന്നെ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. കൊച്ചിക്കാർക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, പിന്നെ മലപ്പുറം ആളുകൾക്കൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പെരും മഴയാണ്, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ ചങ്ക് പറഞ്ഞോടാ മഴയല്ലേ പോവണ്ട. ഞാനിങ്ങനെ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ, സത്യം പറഞ്ഞ എന്റെ ഇഷ്ട നടനുണ്ട്, മെഗാസ്റ്റാർ മമ്മൂക്കയുടെ മകൻ ദുൽഖർ സൽമാനെ കാണണമായ ഒരു മോഹം ഉണ്ടായിരുന്നു. അപ്പൊ കാണാൻ പറ്റിയില്ല. ദുൽഖറിനെ കാണണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞു കാക്കനാട് ആ, ഒരു സ്റ്റാർ ഉണ്ട്, ആ സ്റ്റാറിന്റെ വീട്ടിലേക്ക് പോയാലോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏതാണ് സ്റ്റാർ എന്ന് ചോദിച്ചു. എടാ പേരൊന്നും പറയുന്നില്ല, നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ആ, കുറച്ച് ദൂരം നടന്നു പറഞ്ഞു. അവൻ പറഞ്ഞ് നമുക്ക് കുറച്ച് ദൂരം കൊണ്ട് നടക്കാനുണ്ട് എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞ് നമുക്ക് ബൈക്ക് എടുക്കാം. അങ്ങനെ ഞങ്ങൾ ബൈക്കൊക്കെ എടുത്ത് യാത്ര തുടങ്ങി. യാത്ര തുടങ്ങിയപ്പോ സമയം 12 മണിയായിരിക്കുന്നു. അപ്പോ ഇച്ചിരി നേരം കൂടി പെട്ടെന്ന് എത്തും എന്നൊക്കെ പറഞ്ഞു. ഫാസ്റ്റിൽ അങ്ങനെ പോലും തുടങ്ങി. റോഡ് ഭയങ്കര കൃഷിയായിരുന്നു, കാരണം പല വാഹനങ്ങളും ഭയങ്കര ഫാസ്റ്റിൽ, ഈ കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഒത്തിരി വാഹനങ്ങളുണ്ട്, കെട്ടുകിടക്കുന്ന വണ്ടികൾ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. ആ ഒരു സെന്ററിൽ ചെന്നപ്പോൾ തന്നെ ആ സർക്കിളിൽ ഞങ്ങൾ ഒരു സർക്കിളിൽ ചെന്ന് ഇറങ്ങി. ബസ് ഇറങ്ങി ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഞങ്ങൾ നടന്ന്, പിന്നെ ഞങ്ങൾ ചങ്കിന്റെ റഫീസിന്റെ ബൈക്ക് എടുത്ത് അവിടുന്ന് ടൗണൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ് പ്ലാന്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് നേരം ചിലവഴിച്ച് ഇങ്ങനെ ഈ ഒരു ആക്ടറിന്റെ വീട്ടിലേക്ക് പോകണം എന്ന് ചിന്തിച്ചാണ്. അതായത് എന്റെ ഇഷ്ടതാരം ദുൽഖർ സൽമാന്റെ വീട്ടിലേക്കാണ് പ്ലാൻ ഇട്ടത്. അങ്ങനെ ആകുമ്പോ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ വീടും അതുപോലെ ദുൽഖറിന്റെ വീടും ദുൽഖറിനൊക്കെ കാണാം എന്ന് മോഹമായിട്ട് പോയതാണ്. പക്ഷെ സംഭവം പാടിപ്പോയി. അദ്ദേഹം ആ, നമ്മുടെ എടുത്തു പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ദുൽഖറിന്റെ അച്ഛനായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
ഒരുപാട് ഒത്തിരി ഒത്തിരി സിനിമകളിൽ ഈ ഒരു സ്റ്റാർ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് പറയില്ല, കാരണം നിങ്ങൾക്ക് ആ വീട് കാണുമ്പോൾ തന്നെ ആളുടെ വീട് എന്താണ്, ആ വീട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ആ, ഒത്തിരി സിനിമാക്കാർക്ക് അത് മനസ്സിലാവും. കാരണം ആ വീട് അടിപൊളിയാണ്, അടിപൊളി. ആ, എന്റെ ക- എന്റെ ഒരു എന്റെ വീടിനേക്കാൾ ഡബിൾ ഇരട്ടിയാണ്. കാരണം ഞാൻ ആ വീട് കാണുന്നത് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ എന്തൊരു അസുഖം വന്നിട്ട് മരണപ്പെടുകയുണ്ടായി. ആ സമയത്താണ് യൂട്യൂബിലൂടെ ഞാൻ കാണുന്നത്. അപ്പോ അസുഖമായിട്ട് ഇങ്ങനെ സീനൊക്കെയായിട്ടുള്ള സമയത്ത് അങ്ങനെ കാണുക, യൂട്യൂബിൽ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. കൊച്ചിയിലാണ് സംഭവം, ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ മകനാണ് ഒക്കെ പറഞ്ഞിട്ട്. പിന്നെ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ സിനിമയിലുണ്ട്, നമ്മുടെ ബെസ്റ്റി എന്ന് പറയുന്ന പുതിയൊരു മൂവിയിൽ. പിന്നെ അങ്ങനെ ഒത്തിരി മൂവിയിലൊക്കെ മൂത്ത മകൻ അഭിനയിച്ചിരിക്കുന്നു. എല്ലാവരും ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ വെളിപ്പെടുത്തില്ല കേട്ടാ, നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം. കാരണം വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ആ, പിന്നെ ഒത്തിരി പറയുകയാണെങ്കിൽ ആ ഒരു ആക്ടറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ആക്ടർ എനിക്ക് ഉദ്ദേശിച്ച ആളെ കാണാൻ പറ്റിയില്ല. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ കാണാൻ വെച്ച എനിക്ക് ഇഷ്ടപ്പെട്ട താരമായിരുന്നു മെഗാസ്റ്റാർ മമ്മൂക്കയുടെ മകൻ, അതായത് ദുൽഖർ സൽമാൻ. അതാ അദ്ദേഹത്തിനെ കാണാൻ ഞാൻ ഒരു തവണ ശ്രമിച്ചെങ്കിലും എനിക്ക് കാണാൻ പറ്റിയില്ല. കാരണം ഇതിന്റെ മുമ്പ് ഞാൻ എറണാകുളത്ത് വരുന്ന സമയത്ത് മെഗാസ്റ്റാർ മമ്മൂക്കയുടെ മകനെ കാണണമെന്ന് മോഹിച്ച് നടന്നൊരു വ്യക്തിയാണ്. എന്റെ ഫേസ്ബുക്ക് നെയിമൊക്കെ ഫഹിം ഡി ക്യു, അല്ലെങ്കിൽ ഫഹിം ഡി ക്യു, അങ്ങനെ ഒരു നെയിമായിരുന്നു. പിന്നീട് അതൊക്കെ മാറി ദുൽഖർ എന്ന ചിന്ത മാറിയിട്ട് അദ്ദേഹത്തിന്റെ വീടൊക്കെ കണ്ടുപിടിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ വീടൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ പോയി ഞാനെന്താക്കി, ഞാൻ അദ്ദേഹത്തിന്റെ വീട് തപ്പിപ്പോയതാ. അപ്പോൾ നമ്മുടെ സുഹൃത്ത് അക്ഷയ് പറഞ്ഞു, ഇതൊരു ആ, മെഗാസ്റ്റാർ മമ്മൂക്കയുടെ കൂടെയും ദുൽഖറിന്റെ കൂടെയും ഒക്കെ അഭിനയിച്ച് തകർത്ത് തിമിർത്ത ഒരു നടനാണെന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അദ്ദേഹം ഒത്തിരി സിനിമയിലുണ്ടെന്ന് പറഞ്ഞു. ഈ തമ്മലേനും കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അത് ഏതാണ് ആക്ടറെന്നും. അപ്പൊ മറക്കണ്ട, നിങ്ങളുടെ എന്റെ ചാനലിൽ കയറിയിട്ട് ബെസ്റ്റ് കമന്റ് കൊടുക്കാനും ഷെയർ ചെയ്യാനുണ്ടോ. അദ്ദേഹത്തിന്റെ പേര് ഞാൻ അവസാനമായിട്ട് പറയാണ്. പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കാരണം ആ, എനിക്ക് അദ്ദേഹത്തിന്റെ ഉം, ദുൽഖറിന്റെ ഒരു സിനിമ ഉണ്ട്, ആൻമരിയ കെലപ്പിലാണെന്ന് പറയുന്ന. എന്റെ നെഞ്ചിൽ തട്ടിയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്, മാസ് ഡയലോഗ്. അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് ഉണ്ട് നെഞ്ചിൽ. ദുൽഖറിന്റെ ഒരു മൂവിയാണ് ആൻമരിയ കലിപ്പിലാണ് എന്ന് പറയുന്ന സിനിമ. അതിൽ സണ്ണി വെയിലുണ്ട്. അതിൽ ഞാൻ പറയുന്ന ഈ ഒരു നടനും കൂടിയുണ്ട്. അദ്ദേഹമൊക്കെ സൂപ്പറായിട്ട് കലക്കിയിട്ടുള്ളൊരു മൂവിയായിരുന്നു. ആൻമരിയ കലിപ്പിലാണെന്ന് പറയുന്ന മൂവിയിലുണ്ട്. അതിൽ ഒത്തിരി ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടറാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയില്ല, എനിക്കറിയാം, പേര് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് അറിയോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ച്. അപ്പൊ മറക്കണ്ട എന്റെ ചാനലിൽ കയറി കമന്റ് ചെയ്യാനും അദ്ദേഹത്തിന്റെ പേരൊന്ന് എല്ലാവരും കമന്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. മറക്കണ്ട നമ്മളെ ചാനൽ ഒന്ന് കയറി കാണലും ഷെയർ അടിക്കാനും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ലൊക്കേഷൻ സ്ഥലമായി ഞാൻ വരുന്നു.